അപ്പോൾ ഗായ്സ് സി എസ് കെ പൊട്ടിയിരിക്കുകയാണ് ഗായ്സ്. വമ്പൻ പരാജയമാണ് നമ്മളെ സി എസ് കെ നേരിട്ടത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി വരാമെന്ന് പറഞ്ഞായിരുന്നു. സി എസ് കെയുടെ ആർ കളി കഴിഞ്ഞ് നല്ല ഒരു വമ്പൻ പരാജയമായിരുന്നു. നല്ല സാഡാക്കി കളഞ്ഞ കളി. ഇപ്പം വമ്പൻ ലോ സ്കോറിൽ എത്തിച്ച് നിന്ന കളിയായിരുന്നു. ഏകദേശം 38-5, 46-6 അങ്ങനെയൊക്കെ ആയി. അവസാനം 84-8 എന്നുള്ള പരുവം വരെ ആയി. ഞാൻ അപ്പം തന്നെ വിചാരിച്ചു ഈ കളി കയ്യിൽ നിന്ന് എന്തായാലും പോയി. സാംസണും നമ്മളെ സഞ്ജുവും തിളങ്ങിയില്ല. വൻ നിരാശയാക്കി കളഞ്ഞു. എല്ലാം കൂടെ ഇന്ന് കാണുന്ന സി എസ് കെ ആരാധകരായാലും നാട്ടിലുള്ളവരായാലും എല്ലാവരും നല്ല സാഡിലായിരിക്കും. അത്രയ്ക്ക് മോശം പെർഫോമൻസാണ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് കാഴ്ചവെച്ചത്. ധോണിയും ഇല്ല. അപ്പോൾ ധോണി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ അടുത്ത കളി ഒരു കംബാക്ക് വന്നില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടം തന്നെയാണ്. കയറി വരാൻ സി എസ് കെക്ക് പാട് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ആർ തകർത്ത് കളഞ്ഞു സി എസ് കെനെ, ഒരു രക്ഷയില്ല. ആറിൻ്റെ ഓപ്പണിംഗ് ആണെങ്കിൽ അവർ നല്ല കൂട്ടുകെട്ടായിരുന്നു. നമ്മളെ സി എസ് കെ ആണെങ്കിൽ അത്രയും പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പം തന്നെ തോക്കുകയും ചെയ്തു. ഒരു പവർ പ്ലേയിൽ 4-5 വിക്കറ്റ് പോവുകയാണ്. ആലോചിച്ച് നോക്ക്. വളരെ മോശം കളിയായിരുന്നു ഇന്ന് കളിച്ചത്. ക്യാപ്റ്റൻ ആയാലും ഋതുരാജ് ആയാലും ഒന്നും കളിച്ചിട്ടില്ല, ആരും കളിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അത്ര അടിപൊളി പെർഫോമൻസ് ആയിട്ടാണ് ആർ ഇന്ന് കളിച്ചിരിക്കുന്നത്. അത് കാരണം അവർ ഈ നിലയിൽ ഇപ്പോൾ എത്തി. ബാക്കി 12.1 ഓവറിൽ അവർ 128 റൺ എടുത്ത് അവർ ഫിനിഷാക്കി. അത്രയ്ക്ക് കഷ്ടമായിപ്പോയി ഇന്ന് സി എസ് കെയുടെ കാര്യം. നല്ല നിരാശയാണ്. എല്ലാ സി എസ് കെ ഫാൻസും നല്ല നിരാശരായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ കളിച്ചാൽ ഇനി കയറി വരാൻ ഭയങ്കര പാടായിരിക്കും. ഇന്നത്തെ കളിയിൽ തന്നെ തോന്നി സി എസ് കെ ക്വാളിഫൈ ആവില്ല ഇങ്ങനെ കളിച്ചാൽ. ഇനിയിപ്പം അടുത്ത കളിയാണ്, ഇനിയിപ്പോൾ നോക്കണം. അടുത്ത എങ്ങനെയും ജയിക്കണം. ഡൽഹിയുടെ കൂടെയാണെന്നാണ് തോന്നുന്നത് അടുത്ത. എന്തായാലും നമുക്ക് സ്കോർ കാർഡ് എന്തായാലും ഒന്ന് നോക്കാം വിശദീകരിച്ച്, എന്നിട്ട് ബാക്കി പറയാം. അത്രയ്ക്ക് മോശം പ്രകടനമാണ് ഇന്ന് കാണിച്ചു വെച്ചത്. അപ്പം നമുക്ക് എന്തായാലും സ്കോർ കാർഡ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം ആറിന് ടോസ് കിട്ടി. അവർ ബോളിംഗ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ സി എസ് കെ ബാറ്റിങ്ങിന് ഇറങ്ങി. അങ്ങനെ ഫസ്റ്റ് ഓപ്പണിംഗ് കൂട്ടുകെട്ട് നമ്മളെ സഞ്ജുവും ഋതുരാജും. സഞ്ജു കളിച്ചത് 6 റണ്ണ് മാത്രമേ അടിച്ചോളൂ 7 പന്തിൽ, 1 ബൗണ്ടറി. ഋതുരാജും 6 റണ്ണ് മാത്രമേ അടിച്ചോളൂ, 11 പന്തിലാണ്. പിന്നെ ആയുഷ് മാത്രേ, ഒരു ഡക്കാണ്. ഇത്ര അറിഞ്ഞല്ലോ. ഞാൻ 11 പറയാൻ മറന്നുപോയി. സൂപ്പർ കിങ്സ് ഇറങ്ങിയത് സഞ്ജു സാംസൺ, ഋതുരാജ്, ആയുഷ് മാത്രേ, മാത്യു ഷോർട്ട്, സർഫറാസ് ഖാൻ ഇമ്പാക്ട് പ്ലെയറാക്കി ഇറക്കി. കാർത്തിക് ശർമ്മ ഡെബ്യൂ ആണ്. ശിവൻ ദൂബെ, ജമി ഓവർട്ടൺ, നൂർ അഹമ്മദ്, മാറ്റ് ഹെൻറി, അൻഷുൽ കമ്പോഷ്, ഇവരെല്ലാവരെയാണ് ഇന്ന് ഇതാക്കിയത്. പിന്നെ ഖലീൽ അഹമ്മദും ഉണ്ടായിരുന്നു. ഇന്ന് റോയൽസ് ആണെങ്കിൽ, രാജസ്ഥാൻ റോയൽസ് ആണെങ്കിൽ യശസ്വി ജയ്സ്വാൾ, വൈഭവ് സൂര്യവംശി, ഷിംറോൺ ഹെഡ്മയർ, ധ്രുവ് ജുറേൽ, റിയാൻ പരാഗ്, രവീന്ദ്ര ജഡേജ, ജോഫ്ര ആർച്ചർ, നാൻഡ്രെ ബർഗർ, സന്ദീപ് ശർമ്മ, രവി ബിഷ്ണോയ്, ബ്രിജേഷ് ശർമ്മ, അതും ഡെബ്യൂ. അപ്പോൾ ഇതിൽ ഞാൻ 3 പേരെ പറഞ്ഞായിരുന്നു. ചെന്നൈയിലെ മാത്യു ഷോർട്ട് 2 റണ്ണ് മാത്രമേ അടിച്ചുള്ളൂ 7 പന്തിൽ. സർഫറാസ് ഖാൻ 17 അടിച്ചു 12 പന്തിൽ, 2 4ഉം 1 6ഉം. കാർത്തിക് ശർമ്മ ഇത്രയും കോടി മുടക്കി വാങ്ങിച്ചതാണ് 14.20, 18 റൺ മാത്രമേ അടിച്ചുള്ളൂ 15 പന്തിൽ, 1 6. ശിവം ദൂബെ 1 6, 6 റണ്ണ് മാത്രം. ജമി ഓവർട്ടൻ്റെ ആ ഒരു പെർഫോമൻസ് ആരും മറക്കൂല. ജമി ഓവർട്ടൺ 43 റൺ അടിച്ചു 36 പന്തിൽ, 2 4ഉം 2 6ഉം. നൂർ അഹമ്മദ് 1, മാറ്റ് ഹെൻറി 5, 1 4, അൻഷുൽ കമ്പോഷ് 7. ഇങ്ങനെയാണ് അവരെ നിലപാട്. എന്ത് പറഞ്ഞാലും വൻ പാടി തന്നെയായിരുന്നു. പിന്നെ മറുപടിയായിട്ട് യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശി അടിച്ച അടിയെ, ആ 15 വയസ്സുകാരൻ അടിച്ചത് 52 റണ്ണാണ് 17 പന്തിൽ, 5 6ഉം 4 4ഉം അടിച്ച് തകർത്ത് കളഞ്ഞു. അതോടെ സി എസ് കെ പ്രതീക്ഷ ഫുള്ള് പോയി. പിന്നെ ധ്രുവ് ജുറൈൽ 18, 4 4 അടിച്ചിട്ടുണ്ട്. പിന്നെ റിയാൻ പരാഗ് 14, 1 4ഉം 1 6ഉം.
അങ്ങനെ യശസ്വി ജയ്സ്വാൾ 38 റണ്ണ് 36 പന്തിൽ 3 4 1 6. അങ്ങനെ അവർ 12.1 ഓവറിൽ അവർ 128 റൺ അവരെടുത്ത്. ചെന്നൈ അടിച്ച് 127 47 ബോൾ ബാക്കി നിൽക്കി 8 വിക്കറ്റിന് രാജസ്ഥാൻ റോയൽസ് ജയിച്ചു. അത്രയും അഴുക്ക കളിയാണ് ഇന്ന് CSK കളിച്ചത്. അതുകൊണ്ട് വൻ നിരാശയാണ് എല്ലാ ആരാധകരും. ഇന്ന് ജമി ഓവർടൺ അത്രയും കളിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ എവിടെ നിൽക്കണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. നമ്മൾ നല്ല പുറകിലായിരുന്നു. നമ്മൾ ഒരിടത്തും എത്തൂല, നമ്മൾ 2 ഡിജിറ്റിൽ ഓൾ ഔട്ടായാണ്. പക്ഷെ അവർ കളിച്ചുകൊണ്ട് 127 എത്തിക്കാൻ പറ്റി. ആരും ഒട്ടും കളിച്ചിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. ഇപ്പം പോയിന്റ് നില നമുക്കൊന്ന് നോക്കാം. പോയിന്റ് നിലയിൽ CSK ഒരു കളി കളിച്ച് -4.171 ആണ്. രാജസ്ഥാൻ ഇപ്പം ടോപ്പിൽ നിൽക്കുകയാണ്. RCB 2ാം സ്ഥാനം, മുംബൈ 3ാം സ്ഥാനം, KKR 4ാം സ്ഥാനം, 5ാം സ്ഥാനം SRH. CSK ഇപ്പം കറൻ്റ് ലാസ്റ്റ്. ബാക്കി 4 ടീമുകൂടെ കളിക്കാറുണ്ട്. നാളെ പഞ്ചാബും GTയും തമ്മിലുള്ള മാച്ചാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വിശദീകരിച്ച് വരാം. ഇടയ്ക്ക് ഞാൻ വരുന്നുണ്ട് ഇങ്ങനെ IPL വിശേഷങ്ങളായിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം അതാണ്. CSK ഒരു മാരക പൊട്ടലായിപ്പോയി. അടുത്ത കളി നമുക്ക് കംബാക്ക് വരുമെന്ന് വിശ്വസിക്കാം. അപ്പം ഇന്ന് നിങ്ങൾക്ക് കളി എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. ഇന്നത്തെ കളി എങ്ങനെയായിരുന്നു, CSK കാര്യങ്ങളെല്ലാം നിങ്ങളെ നിരാശയാക്കിയോ ഇല്ലയോ എന്നെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.